മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി സമുദ്രനിരപ്പിൽ നിന്നും 1770 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയിലെ സൗന്ദര്യങ്ങൾ ഒരുപാട് ഒളിപ്പിച്ചു വെച്ച പെരിന്തൽമണ്ണയിലെ ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് സുപ്രഭാതം ഓൺലൈനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷത്തിലേക്ക് കടക്കാം. വാ. നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വരവേൽക്കുന്നത് മലമുകളിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല തെളിനീരാണ്. അതും കടന്നാണ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. ഒത്തിരി സ്ഥലം അല്ലെങ്കിൽ ഒത്തിരി നമുക്ക് കയറാനുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഉണ്ട് എന്നത് സംബന്ധിച്ച് നമ്മൾ ബേസിക്കലി അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് നടന്നങ്ങ് പോവാം. നമ്മൾ ആ വെള്ളവും കടന്ന് മുന്നോട്ട് വരുമ്പം ഈ മലയുടെ ഒരു സ്ട്രെച്ചർ ഒരു ഗ്ലാസ്സിനുള്ളിൽ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ മലയുടെ ചരിത്രം കൂടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മിനിക്കാടൻ പർവ്വത നിരകളിൽപ്പെട്ട 129.49 ഹെക്ടർ വനഭൂമിയിൽ സമുദ്രനിരപ്പിൽ നിന്നും 1700 അടി ഉയരത്തിൽ അമ്മിനിക്കാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി നടന്ന സർവേയിൽ പ്രദേശത്ത് സർവേ നടക്കുകയും സർവേയുടെ ഭാഗമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി സർവേ കല്ലുകൾ സ്ഥാപിക്കുകയും ഏറ്റവും ഉയരം കൂടിയ ഒരു സ്ഥലത്ത് ഒരു കൊടി നാട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഇതിന് കൊടികുത്തിമല എന്ന പേര് വരുന്നത്. 360 ഡിഗ്രി വ്യൂ ഉള്ള കേരളത്തിലെ ചുരുക്കം ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽപ്പെട്ട ഒന്നാണ് കൊടികുത്തിമല. 1998 ഇതിനു മുകളിൽ താഴേക്കാട് പഞ്ചായത്ത് വാച്ച് ടവർ സ്ഥാപിച്ചത്. പിന്നീട് 2016 ഇന്ന് കാണുന്ന വിപുലമായ സൗകര്യത്തോടു കൂടി കൊടികുത്തിമല ഇക്കോ ടൂറിസം എന്ന പേരിൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് എന്നാണ് ഇതിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു കോൺക്രീറ്റ് പാതയാണ്, കോൺക്രീറ്റ് ആൻഡ് ഇൻ്റർലോക്ക് പാത. അതുവഴി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഒടുവിൽ ഇതിൻ്റെ ഒരു വാച്ച് ടവർ ഉണ്ട്. അതിന് തൊട്ടടുത്തെത്തി. ഇവിടെ ചിൽഡ്രൻസ് പാർക്ക്, അതോടൊപ്പം തന്നെ ഒരു വ്യൂ പോയിൻ്റ്, അതുപോലെ തന്നെ ഒരു ഫോട്ടോ സെഷൻ്റെ ഒരു ചെറിയൊരു സംവിധാനം ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ ഇരിപ്പിടങ്ങൾ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വാച്ച് ടവർ കാണാം. അതിന് തൊട്ടടുത്തായി നമ്മുടെ ഈ മലപ്രദേശത്ത് നിന്ന് നോക്കിയാൽ കാണുന്ന മനോഹരമായ കാഴ്ചകൾ. അങ്ങനെ നിരവധി സൗന്ദര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു സ്ഥലം ഡെസ്റ്റിനേഷൻ മാത്രമാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ഡെസ്റ്റിനേഷനിലെ മനോഹരമായ വ്യൂ പോയിൻ്റ്, അതിലുള്ള ഫോട്ടോ സെഷന് വേണ്ടിയുള്ള ഈ ഒരു സ്ഥലം, ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം. ഈ കുപ്പി എനിക്കൊരു ഭാരമായിട്ട് ആദ്യത്തിൽ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊരു ഭാരമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കയറുന്നതിനിടയ്ക്ക് വെള്ളം ആവശ്യം തന്നെയാണ്. ഈ കുപ്പി നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ 100 രൂപ ഈ കുപ്പിക്ക് അവിടെ അടച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഇക്കോ ഫ്രണ്ട്ലിയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും തന്നെ പാടില്ല. ഇവിടെ നമുക്കൊരു 56 സീരിയൽ നമ്പർ വെച്ച് നമ്മുടെ കയ്യിൽ നിന്നൊരു 100 രൂപ അഡ്വാൻസ് അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ കുപ്പി നമ്മളിവിടെ കളഞ്ഞ് പോവുകയാണെങ്കിൽ ആ 100 രൂപ നമുക്ക് കിട്ടില്ല. മറിച്ച് ഈ കുപ്പി തിരികെ വെള്ളമില്ലാതെ നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ 100 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ ഈ കുപ്പി കയ്യിൽ തന്നെ കാലിയായാലും കരുതണം. അങ്ങനെ നമ്മൾ 1 കിലോമീറ്റർ പിന്നിട്ടു. 1 കിലോമീറ്റർ പിന്നിടുമ്പോൾ 47.0 കലോറി അഥവാ 89 BP ഉണ്ടാകുന്നതാണ്. 1300 സ്റ്റെപ്പ് നമ്മൾ വെക്കുമെന്നാണ്. പക്ഷേ ഇതിനിടയിലൊക്കെ ഒരു ഇടവഴികളൊക്കെ ഉണ്ട്. ഇത് റോഡ് വഴി 1300 സ്റ്റെപ്പ് നമ്മൾ വെക്കണം എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഓരോ കിലോമീറ്ററുകൾ പിന്നിടുമ്പോഴും നമുക്ക് ഒത്തിരി കാഴ്ചകൾ അനുഭവങ്ങളൊക്കെ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോവാം, വേറെ രക്ഷയില്ല. നമ്മൾ ഈ കോൺക്രീറ്റ് റോഡ് വഴി തന്നെ വന്നോളണമെന്നൊന്നുമില്ല. ഇടയ്ക്കിങ്ങനെ
ഷോർട്ട് വഴികളൊക്കെ ഉണ്ട്. ഈ ഷോർട്ട് വേകളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗിക്കാം. പിന്നെ പാറയാണ്, ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമാണ്, അപ്പോൾ നല്ല വഴുപ്പുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഏകദേശം ഒരു 1.25 കിലോമീറ്റർ നമ്മൾ പിന്നിട്ടു. അപ്പോൾ ഓരോ 100-200 മീറ്ററിനിടയിലും ഇത്തരത്തിലുള്ള ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പ്രധാന വ്യൂ പോയിൻറ്റിലാണല്ലോ സാധാരണഗതിയിൽ വിശ്രമിക്കാനൊക്കെ ഉള്ള ഒരിടം നൽകുക എന്നാണ്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, ഈ കുത്തനെയുള്ള കയറ്റം കയറി വരുന്ന ഓരോ ആളുകളും ഇത് ഉപയോഗിക്കാതെ കടന്നു പോകില്ല എന്ന്. ഏതായാലും ഒരു 1.25 കിലോമീറ്റർ പിന്നിട്ട് ഞങ്ങളും ഇവിടെ തന്നെയാണ്. ഇനി നമുക്കിതുപോലുള്ള ഇരിപ്പിടങ്ങൾ കാണാം. എങ്ങോട്ട് നോക്കിയാലും വ്യൂ ഉള്ളത് കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് നിന്ന് കിതപ്പ് മാറ്റാമെന്ന് വിചാരിക്കുമ്പോൾ അവിടെയും വ്യൂ ആണ്. അതുകൊണ്ട് ഒരു നോട്ടവും ഒരു നിൽപ്പും നമുക്ക് നഷ്ടമാവില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു 100 മീറ്റർ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഔട്ട് പോസ്റ്റ് കാണാം. ഇവിടെ ഒരു കഫ്റ്റീരിയ, ഫോറസ്റ്റിൻ്റെ തന്നെ ഒരു കഫ്റ്റീരിയ ഉണ്ട്. ഇത് മഴയിലിങ്ങനെ ഇതിൻ്റെ ഷീറ്റെല്ലാം തകർന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. നമ്മളിവിടെ ഈ കുന്ന് എത്തുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല അടിപൊളി കാറ്റ്, നല്ലൊരു ഫീല് നമുക്ക് കിട്ടും. ഒരു ഏകാന്തതയ്ക്ക്, ഒരു മെഡിറ്റേഷൻ്റെയൊക്കെ ഒരു ഫീലാണ്. ഇപ്പോൾ അൻവർക്ക ഏകദേശം ഇവിടെ സിറ്റായിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാഴ്ച എന്ന് പറയുന്നത് തൊട്ടു നേരെ വളഞ്ഞ് പൊളഞ്ഞ് പട്ടാമ്പിയിലൂടെയൊക്കെ ഒഴുകുന്ന തൂതപ്പുഴയുടെ ഒരു മനോഹരമായൊരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാം. പിന്നെ എന്താണ് ഇവിടുത്തെ മറ്റ് കാഴ്ചകൾ എന്നത് സംബന്ധിച്ച് നമുക്ക് മുകളിലെത്തിയതിന് ശേഷം കൂടുതൽ വിവരിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട വാച്ച് ടവറിൻ്റെ തൊട്ടു താഴെ എത്തി. ഏകദേശം 2 കിലോമീറ്ററിനടുത്ത്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1 കിലോമീറ്ററും 800 സംതിങ് മീറ്ററും നടന്നു വേണം നമുക്കിവിടെ എത്താനെന്നുള്ളതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളി കാറ്റാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഭയങ്കര ഫീലാണ്. നമ്മൾ ഇത്രയും നടന്നതിൻ്റെ ഒരു ടയേർഡ്, അല്ലെങ്കിൽ ഇത്രയും നടന്നതിൻ്റെ ഒരു ക്ഷീണമൊന്നും നമ്മൾ അറിയില്ല. ആ കാറ്റ് നമ്മളെ ഈ വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുപോകും. പിന്നീട് നമുക്ക് വേറൊരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മൾ തൽക്കാലം ഒന്ന് കുറച്ച് നേരം താഴെ ഇരിക്കാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വാച്ച് ടവറിൻ്റെ മുകളിലൊന്ന് കയറാം. (2016) ഈ വാച്ച് ടവർ ഇവിടെ സ്ഥാപിക്കുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് എഴുതി വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ 6:30 തന്നെ ഇവിടെ നിന്ന് എല്ലാവരും താഴേക്ക് കടക്കണം എന്നുള്ളതാണ്. അതിന് ശേഷം ഇവിടെ നിൽക്കരുത് എന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അറിയിപ്പുള്ളത്. ഏതായാലും നമുക്ക് വാച്ച് ടവറിലെ ഏറ്റവും മുകളിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ വാച്ച് ടവറിൻ്റെ മുകളിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള പച്ചപ്പ്, അതുപോലെ തന്നെ 360 ഡിഗ്രി എന്ന് പറയുന്ന ഇതിൻ്റെ ചുറ്റും മലമടക്കുകൾ, നല്ല നല്ല കാഴ്ചകൾ, വിവിധ പട്ടണങ്ങൾ, പുഴകൾ. ഇവിടെ നിന്ന് നല്ല വേനൽക്കാലത്താണ് നോക്കുന്നതെങ്കിൽ പൊന്നാനി കടൽ വരെ കാണാം എന്നാണ് ഇവിടുന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഏകദേശം ഒരു 5 മണി സമയമാണ്. ഇവിടെ ഏകദേശം ഒരു കോടയൊക്കെ വരുന്ന ഒരു ഫീല് നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. നല്ല കാറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ നല്ല പച്ചപ്പാണ്. ഈ പച്ചപ്പെന്ന് പറയുന്നത് ഇത് കാണുമ്പം തന്നെ നമ്മൾ ഇത്രയും 2 കിലോമീറ്റർ കയറി വന്നിട്ട് പോലും ആ ഒരു ക്ഷീണമൊക്കെ മാറ്റുന്നത് നമ്മൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ ഒരു കാറ്റ് കിട്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പച്ചപ്പ് നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പോകും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ വളരെ മനോഹരമായിട്ട് വിവിധ തലങ്ങളിലുള്ള
ഈ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരു വാച്ച് ടവർ അല്ലെങ്കിൽ ഉയരം കൂടിയ സ്ഥലം എന്ന നിലയിൽ വളരെ മനോഹരമായിട്ട് വിവിധങ്ങളായിട്ടുള്ള മലകൾ, മലമടക്കുകൾ ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാം. അത്രയ്ക്ക് ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല മനോഹരമായ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ മേഘപാളികൾക്കിടയിലൂടെ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ കടന്നു വരുന്നത് അതൊരു മനോഹരമായൊരു കാഴ്ചയാണ്. അത് എത്രമാത്രം എനിക്ക് ഇതിനകത്ത് കാണിച്ചു തരാൻ കഴിയും എന്നെനിക്ക് ഓർമ്മയില്ല, പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഓർമ്മയില്ല. പക്ഷേ അത് ഇവിടെ വന്ന് നേരിട്ട് നിങ്ങളത് ആസ്വദിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇതിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്.